കർത്താവിന്റെ ദിവസമായി ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവനം ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങിവ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെടാൻ നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സക്കായിയുടെ ചരിത്രത്തെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടും നല്ല സുപരിചിതമായ വചനമാണ്. നമ്മൾ പലപ്പോഴും ഇത് വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് വചനത്തിൽ കൂടെ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ ഇത് പകൽ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമായി മാറട്ടെ ഇതിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് സക്കായിയെ വേഗം ഇറങ്ങിവ. ഈ പറയുന്ന യേശുക്രിസ്തു സക്കായിയോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ ചുങ്കം പിരിക്കുന്ന അതിൽ പ്രധാന ഒരു സ്ഥലമാണ് അതിൽ യെരിഹോ എന്ന് പറയുന്നത്. അതിന് പ്രമാണി സക്കായി ആയിരുന്നു, ചുങ്കം പിരിവിന്റെ. ഹല്ലേലൂയ. കവർണവും എന്നതും ചുങ്കം പിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ചുങ്കം പിരിവുകാരൻ മത്തായി ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള അന്ത്യയാത്രയിൽ യെരുശലേമിൽ നിന്നും ഏകദേശം 42 കിലോമീറ്റർ വടക്ക് കിഴക്കായി കിടക്കുന്ന യെരിഹോ നഗരത്തിലെത്തി. ഹല്ലേലൂയ. ഈന്തപ്പട്ടണം എന്നറിയപ്പെടുന്ന യെരിഹോ ഉദ്യാനങ്ങളുള്ള ഒരു പട്ടണമായിരുന്നു എന്നും അറിയുന്നു. ഹല്ലേലൂയ. മഹാനായ ഹെരോദാവിന്റെ മകൻ അർക്കലിയോസ് യെരിഹോ മോടി പിടിപ്പിച്ച് അവിടെ ഒരു ഹേമന്ത കൊട്ടാരവും പണിതിരുന്നു എന്ന് യെരിഹോവിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. റോഡരികിൽ ധാരാളം അത്തിമരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായി, ഹല്ലേലൂയ, മിസ്രൈമ്യ രാജ്ഞിയായ ക്ലിയോപാട്ര എന്ന സുന്ദര നഗരം മാർക്കാരിണി സമാനമായി കൊടുത്ത, ഹല്ലേലൂയ, എന്തിരുന്നത് കൊടുത്ത പോലെയായി. ഹല്ലേലൂയ. റോമ ഗവൺമെന്റിന്റെ കീഴിൽ യെരിഹോവിൽ ചുങ്കം പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഈ സക്കായി. പിന്നെ പ്രാരംഭത്തിന്റെ ഭാഗം പറഞ്ഞുള്ളൂ. ആ സക്കായിക്കാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരു ആത്മരക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത്. ചുങ്കം പിരിവാനിൽ പ്രമാണിയായിരുന്നുവെങ്കിലും അവൻ ആത്മരക്ഷ പ്രാപിക്കാത്തവനാണ്. എന്നാൽ യേശുവിനെ കാണുവാനുള്ള അവന്റെ ആഗ്രഹവും യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷയ്ക്കുള്ള അവന്റെ ഹൃദയവാഞ്ച ആയിരിക്കാം ഒരുപക്ഷെ അവനെ സക്കായി, ഹല്ലേലൂയ, സക്കായിയെ യേശു വിളിക്കാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ഈ ദൈവവചനം വായിക്കുമ്പോൾ സക്കായിയുടെ ജീവിതത്തിലെ ഈ ഒരു പ്രധാന അനുഭവമാണ് യേശുവിനെ വിളിച്ചു എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത എന്തോ ചില സന്ദേശങ്ങളുണ്ട്. സക്കായിക്ക് ഒരിക്കലും യേശുവിനെ മറക്കാൻ പറ്റത്തില്ല. അനവധി ആളുകൾ താൻ ചുങ്കം പിരിക്കുന്ന പട്ടണത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും, താൻ അനവധി ആളുകളെ സംസാരിച്ച് ചുങ്കം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലും അവരാരും ഇത്ര സ്നേഹത്തോടെ സക്കായി വിളിച്ചിട്ടില്ല. ചുങ്കം പിരിവാൻ എന്നുള്ള നിലയിൽ ആ പേരിൽ സക്കായി എല്ലാവരും വെറുക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ യേശുവിന്റെ ആ സ്നേഹാദരവോടുകൂടിയ വിളി അവന്റെ ഹൃദയത്തിൽ തന്നെ വലിയ പരിവർത്തനം ഉണ്ടായി. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. രക്തം ചെയ്യും. ഇതുപോലെ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാളുകളെ കുറിച്ച് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. സക്കായിയുടെ കാര്യം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ വെറുപ്പുത്തുകളിൽ, ലോകത്തിന്റെ പാപങ്ങളിൽ വീണു മുഴുകി നിത്യ നരകത്തിന്റെ, ഹല്ലേലൂയ, അധീനതയിലൂടെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലോകം പോലും ഒരുപക്ഷെ നമ്മെ നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്ന് നാം രക്ഷ പ്രാപിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ് യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചത്.
കാരണം അനവധി പാപസ്വഭാവങ്ങൾക്ക് വിധേയപ്പെട്ട് മദ്യലഹരിക്ക് അടിമപ്പെട്ട് നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി, ലോകത്തിന് മുമ്പിൽ കുറ്റവാളിയായി, കുടുംബത്തിൽ സമൂഹത്തിലൊക്കെ വെറുക്കപ്പെട്ട് ജീവിച്ച എൻ്റെ ജീവിതത്തിനകത്ത് സ്നേഹാദരവോടുകൂടിയ ഒരാദരവ് തന്നത് യേശുവാണ്. അതാണ് മറക്കാൻ പറ്റാത്തത്. നിങ്ങളും അങ്ങനെയുള്ള മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നു. സക്കായി അങ്ങനെയുള്ളവനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന് വചനം, ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാള് തൊട്ട് ഇന്നുവരെയും ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞ് രക്ഷ പ്രാപിച്ച ദിവസം തൊട്ട് എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ ദിവസങ്ങളാണ്. ആനന്ദങ്ങൾ നൽകുന്ന, സന്തോഷങ്ങൾ നൽകുന്ന, പ്രത്യാശ തരുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന സന്തോഷത്തിന്റെ ഉറവിടമാണ് നമ്മുടെ ഹൃദയം എപ്പോഴും. ലോകം നമ്മെ വെറുത്താലും, ലോകം നമ്മെ നിന്ദിച്ചാലും, ലോകം നമ്മെ അപമാനിച്ചാലും, ജീവിതത്തിന്റെ ഏത് മേഖലയിലൂടെ നിങ്ങൾ കടന്നുപോയാലും ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സക്കായിയുടെ കാര്യം പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ലഭിച്ച സമാധാനം, സന്തോഷം, സൗഖ്യം, ഹല്ലേലൂയ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കൽ ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, എൻ്റെ പാസ്റ്റർ, ഞാൻ ഒരുപാട് കാലം മുമ്പ് യേശുവിനെ അറിയാൻ കാരണമായി. അതിന്റെ കാര്യം അദ്ദേഹം വിവരിച്ചപ്പം പറഞ്ഞു, ഞാൻ മാരകമായ രോഗിയായിരുന്നു. അനവധി ഡോക്ടർമാരെ ഞാൻ കണ്ട് ചികിത്സിച്ച് ഒരുപാട് പണം ചെലവഴിച്ചു. എനിക്ക് ആരാരും ഒരു സൗഖ്യം കിട്ടിയില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തപ്പോൾ എന്നെ അലട്ടിയിരുന്ന രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന് എന്നോട് ആ വ്യക്തി പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവർക്കും ഇങ്ങനെയാ ചേട്ടാ, ഇങ്ങനെ എല്ലാവർക്കും മറക്കാനാവാത്ത സംഭവം. ഇതാണ് സക്കായിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശു അവിടെ ഒന്ന് മേൽപോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാ എന്നുള്ള ആ വാക്ക്, ഹല്ലേലൂയ, അത് അവന്റെ ജീവിതത്തിലാകെ മാറ്റമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങൾ ലോകപ്രകാരമായ പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ലോകപ്രകാരമായ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ ആത്മീയമായി വളരെ പ്രാധാന്യം നൽകുന്നതാണ്. ഹല്ലേലൂയ. ലോകപ്രകാരം പ്രാധാന്യം നൽകുന്ന അനവധി കാര്യങ്ങളുണ്ടെങ്കിലും ആത്മീയമായി വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നമ്മുടെ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, സക്കായിയുടെ വീട്ടിൽ യേശു വന്ന് പാർക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രാധാന്യമേറിയതാണ്. ഹല്ലേലൂയ. ആരാണ് യേശു? യേശു എന്ന് പറയുന്നത് ലോകരക്ഷിതാവാണ്, വീണ്ടെടുപ്പിന്റെ ഉടയവനാണ്, സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം നൽകിയവനാണ്. ഹല്ലേലൂയ. സകല ജനത്തെയും മാറോട് ചേർത്ത് പിടിക്കുന്ന ഈ സൃഷ്ടമായ ദൈവം ഈ യെരിഹോ നഗരത്തിൽ ചുങ്കം ഭരിക്കുന്ന എല്ലാവരും വെറുക്കപ്പെട്ട സക്കായിയുടെ വീട്ടിൽ പാർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് പോലും വലിയ ആശ്ചര്യമായി. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ചിന്തിച്ചു കാണാം, ഈ സക്കായിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി അനവധി ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്, അവനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ അവൻ പാർക്കുന്ന പകരമായി ചുങ്കം പിരിവുകാരന്റെ വീട്ടിൽ പോയി പാർക്കുന്നല്ലോ എന്നോർത്ത് ഒരുപക്ഷെ അവർ ലജ്ജിതരായി കാണും. ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തു പാപികളെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ പണക്കാരെ നോക്കി, ഇവിടുത്തെ സമ്പന്നന്മാരെ നോക്കി, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ കൊണ്ട് മേൽക്കോയ്മ അണിഞ്ഞ് അധികാരത്തിന്റെ മേൽക്കോയ്മ നിൽക്കുന്നവരെ അല്ല യേശു തേടി വന്നത്, പാപികളെ തേടിയ. അതെ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടിരുന്ന സക്കായിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം. യേശു അവന്റെ വീട്ടിൽ പാർക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമ്മുടെ ഭവനം യേശുവിന് പാർക്കുവാൻ കൊടുക്കണം. രക്തം ചെയ്യും. നമ്മൾ ഈ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഭവനം നിങ്ങൾ യേശുവിന് പാർക്കുവാൻ കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരമാകുന്ന ഭവനത്തിൽ യേശു പാർക്കുവാൻ നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ യേശു ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് എല്ലാ കാലത്തും സന്തോഷമായിരിക്കും. എത്രയോ ജീവിതങ്ങൾക്കാണ് യേശു രക്ഷ നൽകിയത്. എത്രയോ ആളുകളെയാണ് യേശു സൗഖ്യമാക്കിയത്. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയോട് ചോദിച്ചാൽ അവൾ പറയും, എന്റെ ജീവിതം ആകെ താറുമാറായി പോയതാ, എന്റെ ജീവിതം തകർന്നതാ, എന്റെ സമൂഹം വെറുത്തു, വീട്ടുകാർ വെറുത്തു, സ്വന്തക്കാർ ഉറ്റവരും ഉടയരും എല്ലാം വെറുത്തു. സമൂഹത്തിൽ എനിക്ക് വരാൻ കഴിയില്ല. സമൂഹത്തിൽ വന്ന അവരെല്ലാം എന്നെ ആട്ടിപ്പായ്ക്കും, കല്ലെറിയും. അത്രമാത്രം രോഗിയാണ്. എന്നാൽ അവൾ യേശുവിന്റെ വസ്തുത കേട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, വലിയ പുരുഷാരത്തിനിടയിലൂടെ അവൾ കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾ അന്നുവരെ അനുഭവിക്കാത്തൊരു സന്തോഷമാണ് അവൾ അനുഭവിച്ചത്. അവളുടെ രക്തസ്രാവം മാറി, അവളുടെ ബാധ മാറി, അവൾ സൗഖ്യമായി ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു തിരിഞ്ഞു നോക്കി, എന്നെ ആരോ തൊട്ടു. ഹല്ലേലൂയ. തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു, ഈ ജനം നിന്നെ ഇത്രമാത്രം തിക്കിത്തിരക്കുന്ന അവരാരെങ്കിലും അല്ല. യേശു പറഞ്ഞു, എന്നിൽ ശക്തി പുറപ്പെട്ടു. അവൾ ഭയത്തോടെ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഞാനാണ് ഗുരുവെ അങ്ങെ തൊട്ടത്. അപ്പോൾ യേശു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, സമാധാനത്തോടെ പോകാം. രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് യേശു നിന്നെ സ്പർശിച്ചതാണ്. ഇത് യേശു ക്രിസ്തുവിനെ സ്പർശിച്ചില്ല. ലോകപ്രകാരം നീ ജീവിക്കുന്ന വ്യക്തിയാണ്, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ അലയുന്നവളാണെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവത്തെ യേശു തരും. ഏത് പ്രശ്നത്തിന് നടുവിലായിരുന്നാലും കർത്താവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദാവീദ് ഗോലിയാത്തിനെ എതിർത്ത് നിന്ന് വിജയിച്ച സംഭവം മറക്കുവാൻ കഴിയുന്നത് തന്നെ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ. അല്ലേ, അത് വളരെ ആശ്ചര്യമേറിയ സംഭവമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 48-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 ശമൂവേൽ പുസ്തകം 17-ാമത്തെ അധ്യായം അല്ലെങ്കിൽ എന്റെ 48-ാം വാക്യം വായിക്കും. പിന്നെ ഫിലിസ്തീർ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ടു ഫിലിസ്തീനോട് എതിർപ്പാൻ തനി അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു ഫിലിസ്തീനെ കൊന്ന് മുടിച്ച്. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളിലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. 40 രാവും പകലും ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇസ്രായേലിനെ ഭീതിപ്പെടുത്തിയ ഭീതിയിൽ ആഴ്ത്തി നിർത്തിയിരിക്കുക. ശൗലും വലിയ സൈന്യങ്ങളുണ്ട്, പക്ഷെ ശൗലും സൈന്യം അടുക്കാൻ കഴിയില്ല. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന യുവ ചെറുപ്പക്കാരൻ കോമളൻ തന്റെ കയ്യിൽ വാളില്ലാതിരിക്കെ, ആയുധമെടുത്ത് പോരാടും യുദ്ധം ചെയ്യുവാൻ കഴിവില്ലാതെ പ്രാപ്തിയില്ലാതിരിക്കെ തന്റെ കയ്യിലെ കവണിയിൽ ആമൻ ചെറിയൊരു കല്ലിട്ട് കവണി കറക്കിറങ്ങി അമേലിയ ഫിലിസ്തീന്റെ നെറ്റിക്കേറിക്കൊണ്ടു. അവൻ വീണു. ദാവീദ് ഓടിച്ചെന്ന് അവന്റെ പുറത്ത് കയറിയിരുന്ന അവന്റെ വാളെടുത്ത്, ഗോലിയാത്തിന്റെ വാളെടുത്ത് അവനെ കൊന്നു. അപ്പം ദാവീദിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം. അല്ലെങ്കിൽ അതുവരെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചവൻ ഇപ്പം തകർന്ന് തരിപ്പണമായി. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തോട് പോരാടുന്ന, നിന്റെ ജീവിതത്തോട് വെല്ലുവിളിക്കുന്ന, നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തി പോലുള്ള ചില അന്ധകാരത്തിന്റെ ശക്തികൾ നിനക്ക് നേരെ വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ ദാവീദിനെ പോലെ നീ ദൈവത്തിലേക്ക് ഓടിയെത്തുന്നെങ്കിൽ, ദാവീദിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടതുപോലെ നിന്റെ ഉള്ളിലും ദൈവ സാന്നിധ്യം വെളിപ്പെടും. ദാവീദിന് മറക്കാനാവാത്ത ദിവസമായി ഗോലിയാത്തിനെ തല തകർത്ത ആ ദിവസം, അതുപോലെ നിന്റെ ശത്രുവിനെ തകർക്കുവാൻ ദൈവം നിനക്ക് അധികാരം തരും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറഞ്ഞാട്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അത് പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തരും. അത് നീ ഒരു സ്ഥലത്തും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല.
കരഞ്ഞ് കലങ്ങിയ മനസ്സുമായി കണ്ണുനീരോടെ വേദനയോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ചില സുഹൃത്തുക്കളോട് ചില ശ്രോതാക്കളുടെയും ദൈവത്തിന്റെ വചനം പറയുക, ദൈവാത്മാവ് പറയുക, ദൂത് പറയുക. നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസത്തിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം, ആമേൻ, 35 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കണക്ക് പറഞ്ഞാൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 8 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ വായിച്ചാലേ നമുക്ക് എന്റെ പൂർണ്ണ ചരിത്രമെങ്കിലും നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഒരു വാക്യം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുകയാണ് കാണുന്നത്. അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ഒരു കേടും തട്ടിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രന്റെ ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ കണ്ടൊരു കാഴ്ചയാണ്. ഹല്ലേലൂയ. ദൂര സമഭൂമി നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തതിന്റെ പേരിൽ ശത്രുക്കൾ ദേശക്ക് അലിതിനും എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളഞ്ഞു. ആ എരിയുന്ന തീച്ചൂളിൽ അവർ എറിഞ്ഞു കളഞ്ഞെങ്കിലും 4-മതൊരുവൻ ദൈവപുത്രന്റെ മുഖത്തോട് സാദൃശ്യമുള്ള 4-മതൊരുവൻ അവരോടുകൂടെ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നു. ശത്രുക്രമേശ് അഭിനന്ദർക്ക് യാതൊരു കേടും കൂടാതെ അവർ തീയിൽ നടക്കുന്ന കാഴ്ച നെബൂഖദ്നേസർ കണ്ടത് നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണ്. ശത്രുക്ക് മേശക്ക് അഭിനവന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണ്. അങ്ങനെ എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു സംഭവം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട് മറക്കാനാവാത്ത ഈ എത്രയോ സംഭവങ്ങൾ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ ചേർത്ത് പറഞ്ഞ സാമ്പത്തികമായി ആത്മീയമായി ഒരുപാട് സങ്കടത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വേളകളിൽ ആരുടെയും സഹായം ലഭ്യമല്ലാതെ വരുമ്പോൾ മുഴങ്കാലും മടക്കി ദൈവസേന പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവം ചില വഴികൾ തുറക്കുന്നത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത സംഭവങ്ങൾ. ഹല്ലേലൂയ. അതെ, നമ്മെ കൈവിടുന്നവനല്ല ദൈവം. ഞാൻ നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹല്ലേലൂയ. നമ്മെ അനാഥനായി വിടാത്തൊരു ദൈവം. അപ്പം സക്കായിയെ എരിഹോവിലുള്ള സകല ജനങ്ങൾ വെറുത്തുവെങ്കിലും അവനെ സ്നേഹിക്കുന്നവരവനുണ്ടെന്ന് സക്കായിക്ക് യേശു ബോധ്യപ്പെടുത്തി. അതേ സ്നേഹിത, നമ്മളെ ലോകം വെറുത്താലെ നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, യേശു കർത്താവ്. ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ആത്മരക്ഷ തന്ന് നിങ്ങളെ വീണ്ടെടുത്ത് നിത്യമായ രാജ്യത്തിന്റെ അവകാശിയായി നിത്യജീവനെ തന്ന് ആ സ്വർഗരാജ്യം നിന്റേതാണ്, സ്വർഗരാജ്യം നിനക്ക് അവകാശമായി തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷ പ്രാപിച്ച ദിവസം, യേശുവിന്റെ ഹൃദയം കൊടുത്ത ദിവസം, നമ്മളെ സ്നാനപ്പെട്ട ദിവസം, ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദിവസം, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്കായി ദൈവ നിയോഗം ഏറ്റെടുത്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മറക്കാനാവാത്തതാണ്. രക്തം ചെയ്യും. ഇത് പകരം എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ ജീവിതത്തിനകത്ത് മറക്കാനാവാത്ത സംഭവങ്ങളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ സ്തോത്രം പറയണം. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറിയത്, നിന്റെ മക്കളെ വഴിവിട്ട ജീവിതം മാറി, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം മാറി, അവർ കർത്താവായ യേശുക്രിസ്തുവിനാൽ ആത്മരക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ട ദിനങ്ങളെക്കുറിച്ച് നീ ഓർത്താൽ, അങ്ങനെ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൻ നിനക്ക് മറക്കാനാവാത്ത ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് 103-ാം സംഗീതം 1-ാം വാക്യം, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വാന്തര വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. അത് അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ നീ ദൈവത്തെ സ്തുതിക്കണം. അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെ മോചിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ യൗവനം കഴുകരെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. 103-ാം സംഗീതം വായിച്ചാൽ സന്തോഷിക്കാൻ ഏറെയാണ്. അതെ, മറക്കാനാവാത്ത യേശു നമ്മുടെ ജീവിതത്തിൽ എന്നും വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതനെ പറയട്ടെ, സക്കായിയുടെ ജീവിതത്തിൽ അന്ന് തൊട്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സ്നേഹിതൻ യേശുക്രിസ്തുവാണ്. തന്റെ ഭവനത്തിലെ ഏറ്റവും വലിയ അതിഥി യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്.
അതെന്നിൻ്റെ ഭവനത്തിൽ ഏറ്റവും ആദ്യത്തെ അതിഥിയായി യേശുവിനോട് നീ ഹൃദയം കൊടുക്കണം, ഭവനം കൊടുക്കണം. എൻ്റെ മക്കളെ നീ അത് പറഞ്ഞു പഠിപ്പിക്കണം, രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, അല്ലെങ്കിൽ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടപ്പോൾ, അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിലിട്ടപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദാനിയേലിന്റെ ജീവിതത്തിലും മറക്കാനാകാത്ത അനുഭവം. നമുക്കറിയാം, സിംഹങ്ങൾ ഇരതേടി, സിംഹങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട ചരിത്രമില്ല. എന്നാൽ ദാനിയേലിന് സിംഹത്തിന്റെ ഗുഹയിലിട്ട് വലിച്ചെറിഞ്ഞെങ്കിലും ദാനിയേലിന് ഒരു കേടുപോലും പറ്റാതെ സൂക്ഷിച്ചൊരു ദൈവമുണ്ടെന്നാൽ ദാനിയേലിനെ എടുത്തുകൊണ്ടുപോയവരെ, സിംഹക്കുള്ളിൽ എടുത്തുകൊണ്ടുപോയവരെ ഗുഹയിലേക്ക് എറിഞ്ഞവർ ഗുഹയുടെ അടിയിൽ ചെല്ലുന്ന മുമ്പ് സിംഹങ്ങൾ അവരെ പിച്ചിച്ച് ചിന്തി. അല്ലേ, ദാനിയേലിന് മറക്കാനാവാത്ത അവസ്ഥ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. എന്നെ കേൾക്കുന്ന മാതാവ് യേശുവിനെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്വഭാവം യേശുവിനെ സ്നേഹിക്കുന്നു. സഹോദര സഹോദരി, യേശുവിനെ സ്നേഹിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും, നിന്നെ ആരെല്ലാം തള്ളി ഒഴിവാക്കി നിന്നെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ മാറ്റി നിർത്തിയാലും യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു ആദിവാസി ദലിത് സ്ത്രീയെ, യുവതിയെ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുക്കി പിടിച്ച് ഒരു രാത്രി മുഴുവൻ വളരെ ക്രൂരമായ രീതിയിൽ അവർ ഇടപെട്ടു. മാനസികമായി വേദനിപ്പിച്ച്, പീഡിപ്പിച്ച്, ജാതിയുടെ പേരിൽ ആക്ഷേപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി നിറകണ്ണുകളോടെ ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ അവരുടെ ആ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന കണ്ടില്ലേ. സ്തോത്രം. അതെ, അതുപോലെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയാലും ആ ദൽസയെ യേശു സ്നേഹിച്ചു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ അവരെ പറഞ്ഞില്ലെങ്കിലും അവൾക്കത് ബോധ്യമാകും. പ്രൈസ് ദി ലോർഡ്. അതെ, അങ്ങനെയുള്ള ചില സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിനെ കൈവിട്ട് കളയത്തില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സാമ്പത്തികത്തിന്റെ പേരിൽ, പാരമ്പര്യത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ നമ്മൾ വെറുക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. നമ്മളെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളുണ്ട്. ആരും ഒരു കൂട്ടുകാരില്ല, സുഹൃത്തുക്കളുടെ ഒരു ബന്ധമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കടന്നുപോയ അനവധി ആളുകളിൽ ഒരുവനാണ് നിങ്ങൾ. അതെ, അതിൻ്റെ നടുവിൽ യേശുവിനെ സ്നേഹിക്കും. ലോകം തള്ളിക്കളഞ്ഞാൽ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകവും ലോകക്കാരും, നിന്റെ സമൂഹം, നിന്റെ കുടുംബം, വീട്ടുകാരും, ഭർത്താവും, നിന്റെ മക്കളും എല്ലാം നിന്നെ തള്ളിക്കളയുമ്പോഴും നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം തരുവാൻ, നിന്റെ വിഷയങ്ങളെ അറിയുവാൻ, നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, ആത്മരക്ഷ നൽകുവാൻ യേശുവുണ്ട്. ഹല്ലേലൂയ. അതെന്നങ്ങനെ മറക്കാനാവാത്ത അനുഭവത്തിലൂടെ കടന്നു വന്ന നല്ലൊരു ആൾക്കൂട്ടം ജനം നമുക്ക് മുമ്പിലുണ്ട്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വിട്ട് നിങ്ങൾ ദൈവസന്നിധിക്ക് മടങ്ങി വരണം. ഈ ലോകം ശാശ്വതമല്ല. ഇവിടെ നമുക്ക് ശാശ്വതമായി ഒന്നുമില്ല. നാം ഇവിടെ നേടിയതും പിടിച്ചെടുത്തതും വെട്ടിക്കൂട്ടിയതും വാരിപ്പിടിച്ചതും പിടിച്ചു പറിച്ചതും എല്ലാം നമ്മുടെ വിട്ടേച്ചേ പോകും. ഹല്ലേലൂയ. ഭക്തനായ യോബിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്റെ ആടുമാട്, കന്നുകാലികൾ, ദാസന്മാർ, തന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടു. താൻ അവസാനം വ്രണം പിടിച്ച് പുഴുവരിച്ച ശരീരത്തോടുകൂടി ഓട്ടുകഷ്ണമായ തന്റെ ശരീരത്തിലെ പുഴുവിനെ ചുരണ്ടിക്കളയുന്ന സമയത്ത് തന്റെ ഭാര്യ പറഞ്ഞു, നീ ഇനി നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയാം. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ. ഹല്ലേലൂയ. യോബ് അവൾ സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടിട്ടും ദൈവത്തിന്റെ തിന്മ പറയാതെ നന്മ മാത്രം ചിന്തിച്ചുകൊണ്ട് യോബ് ദൈവത്തിൽ നിന്ന് പിന്നെത്തിയതിൽ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെന്ന് യോബിന്റെ പുസ്തകം 42-10 വാക്യം വായിക്കുന്നുണ്ട്. യോബ് നഷ്ടപ്പെട്ടതെല്ലാം അലിയ ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുത്തു. രക്തം ചെയ്യും. അത് യോബിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവം. പ്രൈസ് ദി ലോർഡ്. താൻ വ്രണം പിടിച്ചിരുന്ന കാലഘട്ടം, തന്നെ എല്ലാവരും വെറുത്ത്, സ്വന്തം ഭാര്യ പോലും വെറുത്ത് കളഞ്ഞ ആ നിമിഷത്തെക്കുറിച്ച് യോബിന് മറക്കാൻ പറ്റത്തില്ല. എന്നാൽ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ആ ദിനം അതിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഇന്ന് പകൽ ശ്രോതാവേ, നീ എല്ലാ വിധത്തിലും തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തകർന്ന തരിപ്പണമായി, ഹല്ലേലൂയ, നീ കണ്ണുകളോട് കൂടിയാണ് ഇരിക്കുന്നെങ്കിലും നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്ക്.
നിന്റെ സകല പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം നൽകും. യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. അവന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസം ദൈവം കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മറക്കാനാവാത്തൊരു ദിവസത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതായത് നീ ഏത് പ്രശ്നമായിരുന്നാലും, ശാരീരികമായ രോഗങ്ങൾ ഏതുമാകട്ടെ, ലേറിയ കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? ലേറിയ അപ്പം വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിന്റെ ജീവിതത്തിൽ ദമസ്കസ് പടിക്കൽ വെച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ ദൈവ സാന്നിധ്യം ആ ദമസ്കസിൽ വെച്ച് പൗലോസ് അനുഭവിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ പൗലോസിന് അത് മറക്കാനാവാത്ത സംഭവമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം അവൻ പൗലോസിന്റെ ദമസ്കസ്വിധിയിൽ കർത്താവിന്റെ മഹിമയുടെ പ്രകാശത്തോടുകൂടി താൻ യേശുവിനെ കണ്ടുമുട്ടിയത് യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുന്നതിന് വേണ്ടി സക്കായി മാമി കാട്ടത്തിമേൽ കയറിയിരുന്നത് പോലെ ഹല്ലേലൂയ പൗലോസ് ആ ദമസ്കസിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ സന്ദർഭം അതും മറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു എരിഹോവിൽ എത്തി മേൽപോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഇതെല്ലാം മറക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് നമുക്കിതൊന്നും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഞാൻ ഈ ദൈവത്തിൽ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നമായി നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തു വെച്ച് ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നീ ഒന്ന് എഴുതി നോക്കിയാട്ടെ. ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭങ്ങൾ, സമയങ്ങൾ, എത്രയോ അപകടത്തിന്റെ മുന്നിൽ ദൈവം നിന്നെ വിടുവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മരണം നിന്റെ മുമ്പിൽ വന്ന സമയങ്ങളില്ലേ, മരണമോണി നിന്റെ കാതുകളിൽ മുഴങ്ങിയ സമയങ്ങളില്ലേ. ഹല്ലേലൂയ. നിനക്കിന്റെ ജീവിതമില്ല, രക്ഷയില്ല, നീ മരിച്ചു പോവുകയുള്ള ലോകം വിധിയെഴുതി, ഡോക്ടർമാർ വിധിയെഴുതി, മെഡിസിൻ പരാജയപ്പെട്ടു. നിന്റെ മരണം കാണുവാൻ വേണ്ടി നിനക്ക് ചുറ്റും നിന്നവരുടെ മധ്യത്തിൽ നീ എഴുന്നേറ്റ് വന്നില്ലേ, അതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു തന്നെ അല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട ക്ഷണം സക്കായി കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആരും സക്കായി ക്ഷണിക്കാറില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായിരിക്കുന്ന യേശു ആമി ഒരു വിശേഷപ്പെട്ട ക്ഷണം സക്കായിക്ക് കൊടുക്കുക. അത് കൃപയുടെ ക്ഷണമായിരുന്നു, കൃപയുടെ ക്ഷണമായിരുന്നു, സ്നേഹത്തിന്റെ ക്ഷണമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. അത് നിത്യതയുടെ ക്ഷണമായിരുന്നു. 3 ക്ഷണമാണ് സക്കായിക്ക് ലഭിച്ചു. 1 കൃപയുടെ ക്ഷണം, 2 സ്നേഹത്തിന്റെ ക്ഷണം, 3 നിത്യമായ ക്ഷണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പിന്നെ ദൈവരാജ്യത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ നിറങ്ങി വന്നവൻ ദൈവപുത്രൻ സക്കായി എത്രമാത്രം സ്നേഹത്തോട് ക്ഷണിച്ചെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ കൃപയുടെ ക്ഷണത്താൽ വിളിക്കുക. മകളെ, മകനെ, നീ ദൈവത്തിലേക്ക് വാ. സ്നേഹത്തിന്റെ ക്ഷണം, നിത്യതയുടെ നിത്യമായ ക്ഷണം, നിത്യജീവന്റെ ക്ഷണം, സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം യേശുവിനെ ആഹ്വാനം ചെയ്യുക. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ കഴിയുമോ? സക്കായിയുടെ ഹൃദയം യേശുവിന് കൊടുത്തതുപോലെ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അവനൊരു ചുങ്കക്കാരൻ, ഹല്ലേലൂയ, അന്യായക്കാരൻ, കടം ഈടാക്കുന്നവൻ. യഹൂദന്മാർ അവനെ വെറുത്തിരുന്നു. റോമക്കാരുടെ കൈക്കൂലി എന്ന് അവനെ പരിഹസിച്ചു. ജനമെല്ലാം പറയുന്നത് ആ റോമക്കാരുടെ കൈക്കൂലി എന്നാണ് അവനെ വിളിക്കുന്നത്. എല്ലാവർക്കും ഇരട്ടപ്പേരൊക്കെ ഉള്ളവർ അവനൊരു ഇരട്ടപ്പേര്. റോമക്കാരുടെ കൈക്കൂലി, ചുങ്കം പിരിക്കുന്നവൻ, അന്യായക്കാരൻ, കടം പിടിച്ച് അവന് കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിൽ അവനെ പരിഹാസം മാത്രമായിരുന്നു. എന്നാൽ പരിഹാസത്തിന്റെ വാക്കുകളെല്ലാം മാറ്റി കൃപയുടെ വിളി വന്നു കഴിഞ്ഞപ്പോൾ, സ്നേഹത്തിന്റെ വിളി വന്നപ്പോൾ, നിത്യമായ വിളി വന്നപ്പോൾ, ദൈവരാജ്യത്തിലേക്കുള്ള വിളി വന്നപ്പോൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും മാറി. അവന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മാറി. ഹല്ലേലൂയ. സക്കായിയുടെ രൂപവും വളർച്ചയും എല്ലാം കൊണ്ടും അവൻ കുറിയവനായിരുന്നു. എങ്കിലും അന്നപൂർത്തി ആളുകൾ നിൽക്കച്ചതിന്റെ നടുവിൽ ഇങ്ങനെയൊരു മനുഷ്യനെ സ്നേഹിപ്പാൻ വേണ്ടി യേശു അമേൻ സ്വർഗം വിട്ടു വന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, മറ്റുള്ളവരെ പോലെ എടുത്തു പറയത്തക്ക ശ്രേഷ്ഠതയും കഴിവും പാരമ്പര്യവും സൗന്ദര്യവും നിനക്കില്ലെങ്കിലും നിന്നെ യേശു സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പൊ സക്കായിയുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത ഈ സംഭവം ഏർപ്പെടുന്നതിന് ഒരേ ഒരു കാരണം അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വാഞ്ചയും ആഗ്രഹവുമായിരുന്നു. യേശു എങ്ങനെയുള്ളവൻ, അവരെക്കുറിച്ച് അറിയണം എന്ന ആഗ്രഹം. ഹല്ലേലൂയ. അതേ ഒറ്റ കാരണം അതാണ്, യേശു എങ്ങനെയുള്ളവൻ അവനെ ഒന്ന് കാണണം. അതവന്റെ ഹൃദയത്തിന്റെ വാഞ്ചയായിരുന്നു. ആ ഹൃദയവാഞ്ചയാണ് യേശു അതുവഴി വരികയും ആ കട്ടത്തിയുടെ അരികിൽ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കിയത്, സക്കായി ഇറങ്ങി പോവാൻ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് പറഞ്ഞത്. അവൻ യേശുവിനെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ വാഞ്ച, അവന്റെ ആഗ്രഹം യേശു സാധിച്ചു. അവനെ കുറിച്ച് അറിയണമെന്നുള്ള ആ മഹിമയായ അനുഭവത്തെ യേശു നൽകി. പ്രൈസറോ. അതെ, അതുപോലെ വാഞ്ച നിനക്കുണ്ടാകണം. യേശുവിനെ കാണുവാൻ, യേശുവിനെ അറിയുവാൻ, യേശുവിനെ അനുഭവിച്ചറിയുവാൻ. ആ ഹൃദയവാഞ്ച നിനക്കുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ അഴിയും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ വീണ്ടും ദൈവത്തിന്റെ പത്രം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലേ, യേശു സക്കായിയെ നോക്കി, അല്ലേ സ്വതം, സക്കായി വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുമെന്ന് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനെ കണ്ടവരെല്ലാം അവൻ ഭാഗ്യമായൊരു മനുഷ്യരുടെ കൂടെ പാർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും പറഞ്ഞു, ഇവൻ ഭാവിയായൊരു മനുഷ്യരുടെ പാർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ നിലയിൽ പാർക്കുകയും ചെയ്യുന്നവന്റെ യഹോവയെക്കുറിച്ച് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നുവെന്ന് 91 സങ്കീർത്തനം പറയുന്ന പോലെ സക്കായിയുടെ ജീവിതത്തിൽ അത്രമാത്രം യേശു ആമെ സ്വാധീനം നൽകി. രക്തം ചെയ്യും. ഇപ്പൊ സക്കായിയുടെ അത്യുന്നതന്റെ മറവില, സർവശക്തന്റെ നിഴൽ കീഴില. ഹല്ലേലൂയ. അവൻ ആശ്രയിക്കുന്നവരാണ് അവന്റെ ദൈവത്തിലാണ്. ഹല്ലേലൂയ. അവന്റെ വീടടക്കം സന്തോഷിച്ചു. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഇന്ന് യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കുക. എത്ര കാലമായി നിങ്ങളിങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്, എത്ര കാലമായി സങ്കടങ്ങൾ അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. ആമൻ. ആരോടെല്ലാം നിന്റെ പരാതികളും പരിഭവങ്ങളും നീ പറഞ്ഞു. ഒരിക്കലും ആരാലും നിനക്കൊരു സന്തോഷം കിട്ടാതെ ഇന്നും നീ ഒറ്റപ്പെട്ട് കഴിയുകയാണോ? എത്രയോ രാവുകൾ കരഞ്ഞ് കലങ്ങി നീ ഹൃദയവുമായി നീ ഇരിക്കുന്നു. എത്രമാത്രം കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരിക ഒഴുകി. അത് ഈ ലോകത്തിൽ ആരും കണ്ടില്ല, നീ മാത്രവും അമ്മ കണ്ടതും അറിഞ്ഞതും. എന്നാൽ ആ കണ്ണുനീരെല്ലാം കണ്ടൊരു ദൈവമുണ്ട്. ആ കർത്താവ് പറയാ, ഇന്ന് പകൽ ആ കൃപയുടെ വെളിയിലേക്ക്, സ്നേഹത്തിന്റെ വെളിയിലേക്ക്, നിത്യമായി വിളിക്കുക, സ്വർഗ്ഗ വെളിയിലേക്ക് നീ വരുന്നെങ്കിൽ നീ കരഞ്ഞ് കലങ്ങി കണ്ണുനീരിന്റെ മറുപടി തന്നിന്റെ കുടുംബത്തിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായതിനെ തരാൻ യേശുവിനെ കഴിയും. അത് നീ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണോ കരയുന്നത്? അതിനെ തരാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു തലമുറയില്ലാതെ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, എല്ലാവരും തള്ളപ്പെട്ട് ഡിവോഴ്സായ അനുഭവമാണോ? ഹല്ലേലൂയ. ഇനി ഡിവോഴ്സിന് വേണ്ടി എത്തി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ, നീ ഡിവോഴ്സ് ആകാതെ നിന്ദിക്കപ്പെട്ട് കഴിയുവാണെങ്കിലും നിന്റെ അടങ്ങിക്കിടക്കുന്ന ഗർഭത്തെ തുറന്ന് പുത്രോത്പാദനത്തിലുള്ള ശക്തി നൽകുവാൻ യേശുവിന് കഴിയും. തലമുറകളെ തരാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടാൻ നിന്റെ കടക്കനിൽ ദൈവം നിന്നെ വിടിവെക്കും. ഒരു ഭവനത്തിന് വേണ്ടി നീ ആഗ്രഹിക്കണം, നിനക്കൊരു ഭവനത്തേക്ക് തരും. ഒരു തുണ്ട് ഭൂമിയില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിനക്ക് സാധിച്ചു തരുമെന്ന്. ഹല്ലേലൂയ. ഒറ്റ കാര്യം, നീ കൃപയുടെ വെളിയിലേക്ക് വരണം. രക്തം ചെയ്യാം. നിന്റെ സകല പ്രശ്നങ്ങളും യേശു പരിഹരിക്കും. നിന്റെ സകല പ്രശ്നങ്ങളും രക്തം ചെയ്യും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരീരയുടെ ദൂത് പറയുക. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടു, എങ്ങനെ ജീവിക്കും, മുമ്പോട്ടുള്ള വഴി എന്താണ്? മകനെ എങ്ങനെ പഠിപ്പിക്കും, മകളെ എങ്ങനെ പഠിപ്പിക്കും, ആര് സാമ്പത്തികത്തിന് കുട്ടിയുടെ ഫീസ് എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് അത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ഹോമയാഗം കഴിക്കാൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ്, അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് മകനെയും മല്ലിൽ കൂട്ടി മോറിയാമലയിലെത്തി. യാഗപീഠം ഒരുക്കി തന്റെ മകനെ യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് വെട്ടുവാൻ ഒരുങ്ങിയപ്പോൾ ആമി കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാട്ടുകൊറ്റനെ ദൈവം കൊടുത്തുവെങ്കിൽ, ആട്ടുകൊറ്റനെ എടുത്ത് യാഗം കഴിച്ച് അബ്രഹാമും മകനും ഇറങ്ങി വന്നെങ്കിൽ യഹോവ കരുതിക്കൊള്ളുക എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ അത് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ശ്രോതാവേ,
നമ്മെ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, ഇസഹാക്കിന് പകരമായി ആട്ടുകുട്ടിയെ കരുതിയ ദൈവം, അതെ നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. വിശ്വസിക്കുന്നില്ല വചനങ്ങൾക്ക് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞാട്ട് ചില പ്രവചന ദൂതുകൾ നിന്റെ ദൈവാത്മാവിൽ ഇടപെടുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ മാനിക്കുന്നതിന് ഉറപ്പുണ്ടെങ്കിൽ നീ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അവസരം, അബ്രഹാമിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ പോയ സംഭവം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുന്ന ഓരോരുടെ ഹൃദയത്തിൽ ആ വചനം സ്പർശിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനെയും ആമേൻ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ വലിയ നന്മ, രക്തം ചെയ്യും. അതെങ്ങനെയൊക്കെയാ ദൈവം ഇടപെടുന്നത് കേട്ടോ. നമ്മുടെ ദൈവം സകലരെയും സ്നേഹിക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ അവൻ പാപത്തെ വെറുക്കുന്നവനാ, പാപത്തെ ശിക്ഷിക്കുന്നവനാ, പാപത്തെ ന്യായം വിധിക്കുന്നവനാ. എന്നാൽ പാപി മാനസാന്തരത്തോടെ മടങ്ങി വന്ന് ഹൃദയം യേശുവിന് കൊടുക്കുന്നെങ്കിൽ ആ പാപിയെ സ്നേഹിച്ച് സ്വർഗരാജ്യം കൊടുക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ. രക്തം ചെയ്യും. അങ്ങനെയാണ് വേദപുസ്തകം കേട്ടോ, സത്യവേദപുസ്തകം അങ്ങനെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളതിനെയെല്ലാം നിങ്ങൾ ഇറക്കിക്കളയണം. അതാണ് സക്കായി പറഞ്ഞത്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, സക്കായി നിന്നു കർത്താവിനോട്, കർത്താവ് എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങിക്കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ, അവൻ ഹൃദയത്തെ തുറന്ന് സംസാരിക്കുക. ഹല്ലേലൂയ. വല്ലവരും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കിക്കൊണ്ട് അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന സകലത്തെ അവൻ പുറത്തിറങ്ങി കളഞ്ഞിട്ട് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുകയാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, യേശുവിനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീടിന് ദൈവം രക്ഷ നൽകുവാൻ, നിന്റെ കുടുംബത്തിന് ദൈവം രക്ഷ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലുള്ള എല്ലാത്തിനും ഇറക്കിക്കളയണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചപ്പും ചവറുകളും ഇരിപ്പുണ്ട്. അതിനെ മുഴുവൻ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയണം. പൗലോസ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം ചവറ് നെല്ലിയതുപോലെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന എല്ലാത്തിനും ചവറ് തന്നെ സക്കായിയുടെ ഹൃദയം യേശുവിന് കൊടുത്തതുപോലെ, സക്കായിയുടെ ഭവനം യേശുവിന് കൊടുത്തതുപോലെ, പൗലോസിന്റെ ഹൃദയത്തെ യേശുവിനോട് കൊടുത്തതുപോലെ നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, പിന്നെ ആനന്ദത്തിന്റെ നാളുകളാണ് കേട്ടോ. പ്രൈസ്. പിന്നെ സന്തോഷത്തിന്റെ നാളുകളാണ്. തകർച്ചകളെല്ലാം മാറ്റിയിട്ട് പുതിയ അനുഭവത്തെ തരും ദൈവം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു എങ്ങനെയുള്ളവരെന്ന് നിങ്ങൾ അറിയുവാൻ നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പാപക്ഷമയും രക്ഷയുടെ സന്തോഷത്തെ തരും. യേശു എങ്ങനെ ഉള്ളവനാണെന്ന് നിങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ചു, രക്ഷയുടെ സന്തോഷത്തെ അവൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പണമുള്ളതിലല്ല സന്തോഷം. വലിയ പേരും പ്രശസ്തിയും പെരുമയും പാരമ്പര്യം, ഒരുപാട് കാറും വീടുകളും വിദേശ യാത്രകളും വിദേശത്ത് കൊട്ടാരങ്ങളും ഉള്ളതൊന്നും അല്ല നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമാണ്. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ഹൃദയത്തിന്റെ സന്തോഷം എനിക്ക് തിരികെ തരണമേന്ന്. എന്റെ ദൈവമേ, നിർമ്മലമായ ഹൃദയം എനിക്ക് തരണമേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിർമ്മലമായ ഒരു ഹൃദയത്തിന് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ച രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണം. എന്റെ മനസ്സൊരു ആത്മാവിനെ എനിക്ക് തരണം. നിന്റെ സാന്നിധ്യത്തെ തള്ളി കളയരുന്നൊക്കെ നിലവിളിച്ച ഭക്തനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിനകത്ത് തന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു കൊടുത്ത രക്ഷയുടെ സന്തോഷം കൊടുത്തപ്പോൾ ദാവീദിനും മറക്കാൻ പറ്റാത്ത അനുഭവം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അങ്ങനെ എത്ര സംഭവങ്ങൾ. അതെ, ഈ ലോകത്തിന്റെ രക്ഷ എല്ലാം താൽക്കാലികമാണ്. ഇവിടുത്തെ സമൂഹം പഠിപ്പിക്കുന്ന, സമുദായം പഠിപ്പിക്കുന്ന, സഭ പഠിപ്പിക്കുന്ന ഒരുപാട് രക്ഷകളുണ്ട്. അതൊക്കെ യേശുക്രിസ്തുവിലുള്ള രക്ഷയാണോ ഇല്ലെന്ന് തിരിച്ചറിയണം. യഥാർത്ഥ രക്ഷ യേശുവിലാണ്. യഥാർത്ഥ രക്ഷകൻ യേശുവാണ്. അതുകൊണ്ടാണ് മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് പറയുന്നത്. ഹല്ലേലൂയ.
യഥാർത്ഥ രക്ഷകൻ യേശുവാകട്ടോ. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആമി സ്തോത്രം. നിങ്ങളുടെ പാപക്ഷമേ പ്രാപിച്ചുകൊണ്ട് രക്ഷയുടെ സന്തോഷത്തെ നിങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷമുണ്ടാകും. സക്കായിക്ക് ആത്മരക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നാം ദൈവദൂതന്മാരുടെയിലും വലിയ സന്തോഷമായി. അത് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ ദൈവദൂതന്മാരുടെ മധ്യത്തിനും വലിയ സന്തോഷം ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് പകൽ നിനക്ക് യേശുവിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, നീ ഏത് വിഷയത്തിലെ ഭാരപ്പെടും? കടബാധ്യതയാണോ? ഭവനമില്ലാത്തതാണോ? സ്ഥലമില്ലാത്തതാണോ? കടക്കണിയാണോ? ജോലിയില്ലാത്തതാണോ? ജപ്തി നടപടിയാണോ? മക്കളെ കുറിച്ചാണോ? ഭർത്താവിനെ കുറിച്ചാണോ? ഭാര്യയെ കുറിച്ചാണോ? വഴിവിട്ട ജീവിതങ്ങളെ കുറിച്ച് ലഹരിക്ക് അടിമയായാണോ? മാരകമായ രോഗത്തിനാണോ നീ അടിമ? സമൂഹത്തിന് വെറുക്കപ്പെട്ട വ്യക്തിയാണോ? അതെ, സക്കായിയെ സ്നേഹിച്ച യേശു നിന്നെ സ്നേഹിക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. എൻ്റെ ജീവിതം യേശുവിൻ്റെ കൊടുക്കാൻ കഴിയുമോ? എൻ്റെ ഹൃദയം യേശുവിൻ്റെ കൊടുക്കാൻ കഴിയുമോ? അവൻ്റെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുമോ? അവൻ്റെ ക്ഷണം സ്വീകരിക്കണം. ഏതാണ്? കൃപയുടെ ക്ഷണം, സ്നേഹത്തിൻ്റെ ക്ഷണം, നിത്യമായ ക്ഷണം, സ്വർഗരാജ്യത്തിൻ്റെ ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവേ, എരിഹോവിൽ കൂടെ കടന്നു വരുമ്പോൾ യേശു എങ്ങനെയുള്ളെന്ന് കാണാൻ വേണ്ടി ആളിൽ കൂടിയവനായിരുന്ന ചുങ്കം വരുവാനായി എന്ന സക്കായി ആ കാട്ടത്തിന്മേൽക്ക് വലിഞ്ഞു കയറി. യേശുവിടെ ഒന്ന് മേൽപോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാ, ഞാനിത് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ ആ സംഭവം സക്കായിക്ക് മറക്കാനാവാത്തതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനവധി സംഭവങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് തന്നു. കർത്താവ് ഇനി അത് അനുഭവിച്ചിട്ടില്ലാത്ത അനേകം ഞങ്ങളുടെ മധ്യയുണ്ട്. അവരും കർത്താവ് ഈ അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ഇന്ന് ജനത്തിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കർത്താവ് വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണഭേദാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, പ്രൈവറ്റ് മേഖലയിൽ സകല ജനത്തെയും, എല്ലാ ഭരണാധിപന്മാരും, കർത്താവ് കരസേന, വ്യോമസേന, അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന ഞങ്ങളുടെ സൈന്യത്തിനായി കർത്താവ് ഞങ്ങളുടെ ക്രമസമാധാനം, പാലം, രഹസ്യങ്ങൾക്കായി, പോലീസിലെ സെക്ഷനുകൾക്കായി, ജുഡീഷ്യറി സെക്ഷനുകൾക്കായി, കർത്താവ് എക്സൈസ് ഫോറസ്റ്റ്, കർത്താവ് സ്വതം വിവിധ അതുപോലെ തന്നെ കർത്താവ് ഫയർഫോഴ്സിനോട് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സകല പുതുമേര്, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ മത സാമൂഹിക സംസ്കാര, ഇലക്ട്രോണിക് മാധ്യമ, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന എല്ലാ ഭരണദേശ പാർട്ടികളെയും മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് പാപത്തിൽ വീട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ കർത്താവ് തലമുറയില്ലാതെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ് കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ആമേ കർത്താവ് സ്വതം വലിയ പാടത്തും പറമ്പിലും കോടിയിലും കല്ലിടും മണ്ണിടും ആമേ തല്ലിടും മണ്ണിട്ട് ചോര അധ്വാനിച്ച് കഷ്ടം സഹിക്കുന്ന ആമേ തീരദേശവാസികൾ, മത്സ്യ ആഴക്കടലിൽ കടന്നു കടലുടെ വാസികളെ, ഖനികളിലും കമ്പനിയും ഫാക്ടറിയും ജോലിയിലും ക്ഷീരമേലും കാർഷികയിലും ചെറുതും വലുതുമായ എല്ലാ വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും നിങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല എല്ലാ മേഖല ജനത്തിനായി ആമി കർത്താവ് കരയിലും കടലും ആകാശമാർക്കും വാഹനോടി വാഹനത്തിൽ യാത്ര നിർമ്മൽ സെയിൽസ് ചെയ്യുന്നവർ, എല്ലാ ലോക രാജ്യ എല്ലാ സംസ്ഥാനമായിരിക്കും ജനത്തെ വിദേശരാജ്യ കഷ്ടത്തെ നൊമ്പരപ്പെടുന്ന മൊട്ടരാജ്യ വേദന സാധനം കിട്ടാതെ പാണ്ടി കടലിന് ഭാരപ്പെടുന്ന വിദേശ കഷ്ടം സഹിക്കുന്നവർ, കർത്താവ് വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും പാസ്പോർട്ടിന് പ്രാർത്ഥിക്കുന്നവർ, വിധമായ ഭാരങ്ങൾ ഹല്ലേലൂയ കടക്കണിയാൽ കടഞ്ചെത്തി നേടുന്നവർ, ഞങ്ങളുടെ ശൈശവത്തിൽ ഭാര്യ കൗമാരി യൗവനത്തിൽ വാക്കിരാനും വൃത്തരാശന യാച്ച് ഓർണച്ച് ഓൾഡ് ജൂവിൽ തടവറയിലായിരിക്കുന്നവർക്ക് തീവ്രവാദികൾ, ക്ഷീരവാദികൾ, വർഗീയവാദികൾ, ദൈവസഭയ്ക്ക് ഉപദ്രവ ദൈവനാമത്തിൽ വിദേശം നിൽക്കുന്ന അന്തവിശ്വാസൻ അതിൽ കിടക്കുന്ന നിരീശ്വരവാദി, യുക്തിവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാരടക്കം എല്ലാ ദുരുപദേശന്മാരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് ജനം മാനസാന്തരം മടങ്ങി വരുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് എല്ലാ ദൈവമക്കളും ദൈവദാസങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.